എടാ അടുത്ത ചാപ്റ്റർ ബൈനോമിയൽ തിയറം 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ടിസ്റ്റഡ് ആയിട്ട് അങ്ങനെ വലിയ രീതിയിലൊന്നും ചോദിക്കേണ്ട ചാപ്റ്റർ അല്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യ ചോദ്യത്തിൽ തന്നെ ഉള്ളത് ഒരു ഇക്വേഷൻ തന്ന അതിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് 2x + 3 ⁵ 5 നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അത് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ 2 മാർക്ക് കിട്ടും. കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്കിന് ചോദ്യമാണ്. പ്രത്യേകിച്ച് അതിൽ എന്തില്ല, കൂടുതലായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അത് എഴുതുന്ന ഒരു രീതി കാണിച്ചു തരാം, വളരെയധികം ശ്രദ്ധിച്ചിരുന്നോ. ഇവിടെ ⁵5 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് 5C0 എന്നാണ്. ഓക്കെ, സി ഒക്കെ കോമ്പിനേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 5C0 എന്ന് എഴുതണം. ദെൻ ആദ്യത്തെ ആളെ നോക്കടാ, ആദ്യത്തെ ആളെ 2x അല്ലേ, അപ്പോൾ 2x⁵5 എന്ന് എഴുതാം. അതായത് ഈ പവർ എന്താണോ അതാണ് ആദ്യത്തെ ആൾക്ക് കൊടുക്കേണ്ടത്, 2x⁵5. ഇനി രണ്ടാമത്തെ ആള് നോക്ക്, രണ്ടാമത്തെ ആള് 3 അല്ലേ, അപ്പോ 3⁵0. അതായത് ഇവിടെ എന്താണോ അതാണ് പിന്നെ അടുത്ത ആൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിലെ ആ എക്സ്പാൻഷനിലെ ആദ്യ ടേം ഈ രൂപത്തിലാണ് വരിക, ഫസ്റ്റ് ടേം ഈ രൂപത്തിൽ വരും. പ്ലസ് ഇനി സെക്കൻഡ് ടേം 5C0 കഴിഞ്ഞാൽ അടുത്തത് 5C1. അപ്പൊ എന്ത് ചെയ്യണം എന്നറിയോ, ഇനി അങ്ങോട്ട് എഴുതുന്ന സമയത്ത് ആദ്യത്തതിന്റെ പവർ ഓരോന്ന് വീതം കുറഞ്ഞു വരണം, രണ്ടാമത്തതിന്റെ പവർ ഓരോന്ന് വീതം കൂടിയും വരണം. അപ്പോ 2x⁴ 3⁴1 കണ്ടോ, ആ 5 ഉള്ള പവർ 1 കുറഞ്ഞ് 4 ആയി, 0 ഉള്ളത് 1 കൂടിയിട്ട് എന്തായി, 1 ആയി. സെറ്റല്ലേ? അടുത്ത എഴുതിക്കോ, പ്ലസ് 5C2 2x³ 3² പവർ വീണ്ടും 1 കുറഞ്ഞു, 2x-ന്റെ 3ന്റെ പവർ വീണ്ടും 1 കൂടി, പ്ലസ് 5C3 2x² 3³ കണ്ട, പ്ലസ് 5C4 2x 3⁴ പ്ലസ് 5C5 2x⁵0 3⁵5. ശരിക്കും ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ടേമുകളാണ് ഉണ്ടാവുക. ഇവിടെ ⁵5 ആയതുകൊണ്ട് തന്നെ ടോട്ടൽ n+1, അതായത് a+b n ആണ് ഒരു ബൈനോമിയൽ എങ്കിൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് തന്നെ n+1 ടേംസ് ഉണ്ടാവുക. ഓക്കെ, അതില് അപ്പൊ ഇതിൽ നോക്ക് 2x + 3 ⁵5 അല്ലേ, സ്വാഭാവികമായിട്ടും ഇതിലുണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 6 ആയിരിക്കും, 6 ആയിരിക്കും. 6 ചെയ്യാൻ നോക്ക്, 1 2 3 4 5 6 ടേം ഉണ്ട്. അതെല്ലാം നല്ല വൃത്തിയിൽ ഭംഗിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് ചെറുതാക്കാം. എങ്ങനെ ചെറുതാക്കാം? 5C0 2x⁵5 എന്ന് പറഞ്ഞാൽ 2⁵5 ചെയ്യണം, x⁵5 ചെയ്യണം. 2⁵5 എന്ന് പറഞ്ഞാൽ 2 4 8 16 32. സോ 32 ഇൻറ്റു 3⁵0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. സോ 5C0 ഇൻറ്റു 32, പിന്നെന്തുണ്ട്, ഒരു x⁵5 ഉണ്ടാവും. ശരിയല്ലേ? അതായിരിക്കും ആദ്യ ടേം. ഇനി രണ്ടാമത്തെ ടേം എന്താ, 5C1 then 2⁴ എന്ന് പറഞ്ഞാൽ 16, then x⁴ ഇൻറ്റു 3. ഇത്രയായിരിക്കും സെക്കൻഡ് ടേം വരിക. തേർഡ് ടേം എന്ത് വരും ഇവിടെ, 5C2 2³ 8, then x³ then 3² 9. ശരി, അടുത്തത് 5C3 2² 4, പിന്നെ ഒരു x², പിന്നെ 3³ 27. ശരി, ഇങ്ങനെ എല്ലാ ടേമുകളെയും നിങ്ങൾ ചെയ്യുക. അതായത് അടുത്ത് 5C4 ചെയ്യുക, 2x ചെയ്യുക, 3⁴ വരുമ്പോൾ 81 വരും. എന്നിട്ട് 5C0ന്റെ വാല്യൂ കണ്ടെത്തുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത്രേ വേണ്ടുള്ളൂ. 5C0ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ കിട്ടുന്നതിന് 32 കൊണ്ട് ഗുണിക്കുക. 5C1ന്റെ വാല്യൂ കാണുക, ആ വാല്യൂവിനെ 16 കൊണ്ട് ഗുണിക്കുക.
അങ്ങനെ ചെയ്ത് ഇതിനെ ചെറിയ രൂപത്തിലാക്കിയാൽ ഈ 2x+3 എന്ന് പറയുന്നതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനായി. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല, ഇത്രയേ ഉള്ളൂ. 2 മാർക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ എഴുതാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 5c0 എന്നാണ് തുടങ്ങേണ്ടത്, 5 ആയതുകൊണ്ട്. ദെൻ ആദ്യത്തെ ടേം എന്താണെന്ന് നോക്കുക, അതിന് മാക്സിമം പവർ കൊടുക്കുക. രണ്ടാമത്തേന് 0 കൊടുക്കുക. ദെൻ ആദ്യത്തതിൻ്റെ പവർ കുറഞ്ഞു വരിക, രണ്ടാമത്തേൻ്റെ പവർ കൂടി വരിക, 5c5 വരെ വരിക. അത്രയേ ഉള്ളൂ അതിൽ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലും ഇത് തന്നെയാണുള്ളത്. 1+x⁴ എക്സ്പാൻഡ് ചെയ്യണം. ഒന്ന് ചെയ്തു നോക്കട്ടെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. എങ്ങനെ വരും? ഫസ്റ്റ് 4c0 അല്ലെ, പവർ 4 ആയതുകൊണ്ട് 4c0. ദെൻ 1⁴x⁴ പ്ലസ് 4c1 1⁵x⁴. ശരിയല്ലേ? അടുത്തത് 4c2 1² x². ദെൻ 4c3 1⁴x⁴. ലാസ്റ്റ് 4c4 x⁴. അതായത് 1⁴ x⁴ ഉണ്ടാവും. ശരിയല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4c0ന്റെ വാല്യൂ കണ്ടെത്തുക. 1⁴ 1 തന്നെ ആയിരിക്കും, x⁴ 1 ആയിരിക്കും. അപ്പൊ ഇതിൽ എക്സിന്റെ ടേം ഒന്നും ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പോൾ ഇതിന് ഇനി ഓരോ സംഗതികളായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. 4c1ന്റെയും 4c2ന്റെ ഒക്കെ വാല്യൂ കണ്ടെത്തി ഇതിൽ ചെയ്താൽ എന്തായി? ഈ ക്വസ്റ്റ്യനായി. 1+x⁴ എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷനായി. ഇനി അതിലെ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞത് 101⁴ ചെയ്യാനാണ്. 101⁴. കാൽക്കുലേറ്ററിൽ അത് ചെയ്തുകൊണ്ട് ആൻസർ എഴുതി വെക്കരുത്, മാർക്കൊന്നും കിട്ടൂല. 101⁴ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആക്കാം എന്ന് നോക്കാം. ഓക്കെ, പിന്നെ അതും തന്നെ ബൈനോമിയൽ എക്സ്പാൻഷൻ ആക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാക്കിയാൽ അത്രയും സുഖമായും ചെയ്തു. ഈ 101നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 100+1⁴ എന്നാക്കാലോ. 100+1⁴. ഇപ്പൊ നോക്കടാ, ഇപ്പൊ ഇത് എന്തായി? അല്ലെങ്കിൽ ഇപ്പോ ഇത് ശരിക്കും ഒരു ബൈനോമിയൽ എക്സ്പാൻഷനായി. ശരിയല്ലേ? ഇനി എങ്ങനെ ഇതിന് ചെയ്താൽ മതി? ഇത് a+b⁴n എന്നുള്ള രൂപത്തിലായി. എങ്ങനെയാ ഇതിനെ ചെയ്യുക? ഫസ്റ്റ് 4c0 100⁴ 1⁴. ശരിയല്ലേ? പ്ലസ് അടുത്തത് 4c1 100³ 1⁴. ദെൻ 4c2 100² 1². Then 4c3 100 × 1³ last one 4c4 100⁴ 1. അതിനെ എക്സ്പാൻഡ് ചെയ്ത ഇതിന്റെ ആൻസർ ആയി കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. a+b⁴ മൈനസ് a−b⁴ ഹെൻസ് ഇവാലുവേറ്റ് താഴെയുള്ള ആ സാധനം. ഓക്കെ, ഇത് 2 രൂപത്തിൽ ചോദ്യം വരാറുണ്ട്. a+b⁴ അവിടെ മൈനസിന് പകരം പ്ലസ് വന്നിട്ടും ചോദ്യം വരലുണ്ട്. a+b⁴ പ്ലസ് a−b⁴. ദെൻ ഹെൻസ് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു നമ്പർ തരും. ഈ മൈനസിന് വരെ ഇവിടെ പ്ലസ് വരും. അങ്ങനെയും എന്ത് ചെയ്യലുണ്ട്? ചോദ്യം ചോദിക്കാറുണ്ട്. രണ്ടും ഒരേ സ്റ്റെപ്പുകൾ തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം ഈ നടുവിലുള്ള മൈനസ് പ്ലസ് ആയി മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ മൈനസിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇത് 4 മാർക്കും ചോദിക്കുന്ന ആദ്യത്തെ 3 മാർക്കും രണ്ടാമത്തെ 1 മാർക്കും അങ്ങനെ 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. ഫസ്റ്റ് ഈ a+b⁴ മൈനസ് a−b⁴ കാണണമെങ്കിൽ ആദ്യം നമ്മൾ a+b⁴ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. വേണ്ട, a+b⁴ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എങ്ങനെ എഴുതാം? 4c0 a⁴ b⁴ പ്ലസ് 4c1 a⁴ b⁴ then 4c2 a² b², then 4c3 ab³ then 4c4 a⁴ b⁴. യെസ്, ഇതാണ് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക അല്ലെ. a+b⁴ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പാൻഷൻ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഈ രൂപത്തിൽ തന്നെ അല്ലേ കിട്ടണം നോക്ക്. ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ,
ഇനി a മൈനസ് ബി ഓൾ റേസ് ടു 4 എഴുതണം. അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ചെറുതാക്കുക, ഒന്ന് ചെറുതാക്കും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ വരിക? 4c0 a റേസ് ടു 4. കാരണം b റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ, അപ്പൊ പിന്നെ ഇനി അത് എഴുതണ്ടല്ലോ. അപ്പൊ 4c0 a റേസ് ടു 4 പ്ലസ് 4c1 a ക്യൂബ് b പ്ലസ് 4c2 a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4c3 a b ക്യൂബ് പ്ലസ് 4c4 b റേസ് ടു 4 എന്ന് വരും. കാരണം a റേസ് ടു 0ന്റെ വാല്യൂ അവിടെ 1 ആയി. ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഈ 4c0ന്റെ വാല്യൂ നമുക്ക് കാണണം. എന്താണ് 4c0ന്റെ വാല്യൂ? 1 ആയിരിക്കും. എന്തായിരിക്കും? 1. സോ a റേസ് ടു 4 ശരിയല്ലേ? 4c0 1 ആയിട്ട് മാറി. അപ്പൊ a റേസ് ടു 4 എവിടെ ഉണ്ടാവുള്ളൂ? പ്ലസ് 4c1ന്റെ വാല്യൂ എന്താ? 4 ആണ്. അപ്പൊ 4a ക്യൂബ് b ശരിയല്ലേ? a റേസ് ടു 4 പ്ലസ് 4a ക്യൂബ് b. ദെൻ 4c2ന്റെ വാല്യൂ കാണണം. 4c2ന്റെ വാല്യൂ ശരിയല്ലേ? അത് എത്ര വരും? 6 വരും. എത്ര വരും? 6. അപ്പൊ പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4c3ന്റെ വാല്യൂ എന്ത് തന്നെ വരിക? 4 തന്നെ വരും. അപ്പോ 4ab ക്യൂബ് പ്ലസ് 4c4ന്റെ വാല്യൂ 1. അപ്പൊ എന്ത് വരും? b റൈസ് ടു 4. അപ്പൊ ഇതാണ് ശരിക്കും എന്ത്? a പ്ലസ് ബി ഓൾ റൈസ് ടു 4 എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ ശരിക്കും ഇതാണ്. a റൈസ് ടു 4 പ്ലസ് 4a ക്യൂബ് b പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4ab ക്യൂബ് പ്ലസ് b റൈസ് ടു 4 ആണ് ശരിക്കും അതിന്റെ എക്സ്പാൻഷൻ. ശരിയല്ലേ? അപ്പോ ഇതാണ് a പ്ലസ് ബി ഓൾ റൈസ് ടു 4 എങ്കിൽ a മൈനസ് ബി ഓൾ റൈസ് ടു 4 നമുക്ക് എഴുതാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളണം, ഈ a പ്ലസ് ബി ഓൾ റൈസ് ടു 4ലെയും a മൈനസ് ബി ഓൾ റൈസ് ടു 4ലെയും ടേമുകളൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ അവിടെ പ്ലസിന്റെയും മൈനസിന്റെയും ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കേട്ടാ? അപ്പോ നമുക്ക് a മൈനസ് ബി ഓൾ റൈസ് ടു 4 എന്ന് എഴുതി വെക്കാം. a മൈനസ് ബി ഓൾ റൈസ് ടു 4. അപ്പൊ ഫസ്റ്റ് a റൈസ് ടു 4 ഉണ്ടാവും. അടുത്തത് പ്ലസ് അല്ല, അതിനൊരു മൈനസ് വരും. മൈനസ് 4a ക്യൂബ് b. ദെൻ വീണ്ടും പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ. ദെൻ മൈനസ് 4ab ക്യൂബ്. ദെൻ വീണ്ടും പ്ലസ് b റൈസ് ടു 4. ഇങ്ങനെയാണ് വരിക. ഇതായിരിക്കും a മൈനസ് ബി ഓൾ റൈസ് ടു 4ന്റെ ഫോർമുല. ഓക്കെ, അപ്പോ a പ്ലസ് ബി ഓൾ റൈസ് ടു 4 എഴുതിയ ഒരാളെ സംബന്ധിച്ച് a മൈനസ് ബി ഓൾ റൈസ് ടു 4 എഴുതാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ചിഹ്നങ്ങളെ പരസ്പരം മാറ്റി കൊടുത്താൽ മതി. ഫസ്റ്റ് a റൈസ് ടു 4ന് പ്ലസ് കൊടുത്തു, അടുത്ത ആളെ നെഗറ്റീവ് കൊടുക്കുക, വീണ്ടും ആളെ പ്ലസ് കൊടുക്കുക, പിന്നെ നെഗറ്റീവ് കൊടുക്കുക, പിന്നെ പ്ലസ് കൊടുക്കുക, പിന്നെ നെഗറ്റീവ് കൊടുക്കുക. ആ രൂപത്തിൽ അങ്ങനെ പോയാൽ നമുക്ക് ആ a മൈനസ് ബി ഓൾ റൈസ് ടു 4നെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്തത് കിട്ടാൻ എളുപ്പമാണ്. ഇനി എന്താ പറഞ്ഞത്? a പ്ലസ് ബി ഓൾ റൈസ് ടു 4ൽ നിന്ന് a മൈനസ് ബി ഓൾ റൈസ് ടു 4നെ കുറയ്ക്കാൻ, മൈനസ് ചെയ്യാനാ പറഞ്ഞത്. അതായത് ഇതിൽ നിന്ന് ഇതിനെ മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കടാ, ഈ a റൈസ് ടു 4ഉം a റൈസ് ടു 4ഉം കട്ട് ചെയ്ത് പോകും. 6a സ്ക്വയർ ബിയും 6a സ്ക്വയർ ബിയും കട്ട് ചെയ്ത് പോകും. b റൈസ് ടു 4ഉം b റൈസ് ടു 4ഉം എന്താവും? കട്ട് ചെയ്ത് പോകും. ഇനി എന്താണുള്ളത്? മൈനസ് ചെയ്യുകയല്ലേ. അപ്പോ 4a ക്യൂബ് b മൈനസ് 4a ക്യൂബ് b. ഈ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. ഇവിടെ 4a ക്യൂബ് ബി, താഴെയും 4a ക്യൂബ് ബി. അപ്പൊ എന്തായി? 4 ചക്ക പ്ലസ് 4 ചക്ക ടോട്ടൽ 8 ചക്ക എന്ന് പറയുന്നത് പോലെ 4a ക്യൂബ് ബിയും 4a ക്യൂബ് ബിയും കൂടി കൂട്ടിയാൽ 8a ക്യൂബ് ബി എന്ന് കിട്ടി. ശരിയല്ലേ? അതേപോലെ തന്നെ ഇവിടെയും മൈനസ് കൊടുക്കുക. അപ്പൊ ഇതും പ്ലസ് ആയിട്ട് മാറും. സോ ഇറ്റ് ഈസ് 8ab ക്യൂബ്. അപ്പൊ ലാസ്റ്റ് ആൻസർ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ a പ്ലസ് ബി ഓൾ റൈസ് ടു 4 മൈനസ് a മൈനസ് ബി ഓൾ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ അവസാനം ആൻസർ ആയിട്ട് എന്താ ഉണ്ടാവുക? 8a ക്യൂബ് ബി പ്ലസ് 8ab ക്യൂബ് എന്നുണ്ടാവും. ഇനി നമ്മളെ ബി പാർട്ട് ചോദ്യത്തിലേക്ക് വരുമോ? ബി പാർട്ട് ചോദ്യം എന്താ? ഹെൻസ് ഇവാലുവേറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. ഹെൻസ് ഇവാലുവേറ്റ് √3 പ്ലസ് √2 ഓൾ റൈസ് ടു 4 മൈനസ് √3 മൈനസ് √2 ഓൾ റൈസ് ടു 4. എന്താണ് ഇവിടെ വ്യത്യാസം? നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണിത്, പക്ഷെ ആകെയുള്ള ഒരു വ്യത്യാസം ഇവിടെ a എന്നുള്ളതിന് പകരം √3യും
ബി എന്നുള്ളതിന് പകരം √2 വന്നു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ ലാസ്റ്റ് കിട്ടിയ ആൻസറിൽ എക്ക് പകരം √3 എന്നും ബിക്ക് പകരം √2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പൊ എങ്ങനെ വരും? 8 ഇൻറ്റു എ ക്യൂബ് എന്നുള്ളതിന് പകരം √3³ ഇൻറ്റു ബിക്ക് പകരം √2 പ്ലസ് 8 ഇൻറ്റു √3 ഇൻറ്റു √2³ ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? ഇനി 8 ഇൻറ്റു √3³ എന്ന് പറഞ്ഞാൽ 3√3 ആണ്. എന്താണ്? 3√3 ഇൻറ്റു √2 പ്ലസ് 8 ഇൻറ്റു √3 ഇൻറ്റു 2√2, അതായത് √2 ഹോൾ ക്യൂബ് എന്താണ്? 2√2 ആണ്. നോക്കിക്കോ, 8 ഇൻറ്റു 3 24, ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ √6 പ്ലസ് 8 ഇൻറ്റു 2 16, രണ്ടും കൂടി ഗുണിച്ചാൽ √6. അപ്പോൾ 24√6 പ്ലസ് 16√6 ദാറ്റ് ഈസ് ഈക്വൽ ടു 40√6 കിട്ടും. എന്താ കിട്ടുക? 40√6. അതാണ് ആൻസർ. ടോട്ടൽ 4 മാർക്ക് കിട്ടും. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ ഈ കുറയ്ക്കുന്നതിൽ മാത്രമേ പ്രശ്നമുള്ളൂ. കുറയ്ക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് കുറച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² പ്ലസ് 1/x all raised to 6. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം. അത് എത്ര ആയിരിക്കും? 7 ആയിരിക്കും കേട്ടാ. ഇനി വേറൊരു ചോദ്യം, പിന്നെ a+b all raised to 2n ആണെന്നിരിക്കും. a+b all raised to 2n, അതില് നമ്പർ ഓഫ് ടേംസ് എത്ര ആയിരിക്കും? 2n+1 ആയിരിക്കും. ഇനി അടുത്തത് x/2 മൈനസ് 3/x all raised to ഒരു 6 ആണെങ്കിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് എക്സ്പാൻഷൻ 7 ആയിരിക്കും. അപ്പോൾ അതായത് എന്താണോ ഇവിടെ പവർ വരുന്നത് അതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടുന്നതായിരിക്കും എന്ത്? നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. യെസ്. ഇനി ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാറുണ്ട്. നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² മൈനസ് 2x പ്ലസ് 1 all raised to 20. ഇതും നേരത്തെ എഴുതിയതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ എഴുതിയതിൽ ശരിക്കും ഇവിടെ 2 ടേമുകളെ ഉണ്ടായിരുന്നുള്ളൂ. 2 ടേമുകൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലും 2 ടേമുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ശരിക്കും 3 ടേമുകളുണ്ട്. ശരിയല്ലേ? 3 ടേമുകളുണ്ട്. ഈ 3 ടേമുകൾ വരുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇതിന്റെ ആൻസർ 21 എന്ന് എഴുതിയാൽ അത് എന്തായിരിക്കും? തെറ്റായിരിക്കും. 21 അല്ല, 21 എന്ന് എഴുതിയാൽ തെറ്റാ. അപ്പൊ എങ്ങനെ ഇത് കാണും നോക്കോ. എടാ, എപ്പോഴാണ് ഒരു സാധനത്തിന്റെ എക്സ്പാൻഷൻ 3 ടേം വരിക? അപ്പൊ നോക്ക്, നമ്മൾ a+b ഹോൾ സ്ക്വയറോ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയറോ എഴുതുന്ന സമയത്താണ് ഇതെന്താ വരിക? a² പ്ലസ് 2ab പ്ലസ് b². ഇതാണെങ്കിൽ a² മൈനസ് 2ab പ്ലസ് b². അപ്പോ ഒന്നുകിൽ a+b ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയർ വരുന്ന സമയത്താണ് ഇവിടെ ഇതുപോലെ 3 ടേമുകളെ കിട്ടുക. ശരിയല്ലേ? ഇനി അത് a+b ഹോൾ സ്ക്വയർ ആണോ അല്ലെങ്കിൽ a-b ഹോൾ സ്ക്വയർ ആണോ എന്നെങ്ങനെ തീരുമാനിക്കും? ഇവിടെ മൈനസ് ആണോ പ്ലസ് ആണോ നോക്കുക. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം a-b ഹോൾ സ്ക്വയർ. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ഫോം a+b ഹോൾ സ്ക്വയർ ആയിരിക്കും. ശരിയല്ലേ? അപ്പോ ഇവിടെ തന്ന ഈ x² മൈനസ് 2x പ്ലസ് 1 എന്ന് പറയുന്ന സാധനം ശരിക്കും ഏത് ഫോമിലാണ്? a-b ഹോൾ സ്ക്വയർ എന്ന ഫോമില. ഇതിനെ ചെറുതാക്കി നിങ്ങൾ a-b ഫോമുല എന്നാക്കണ്ട. നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇത് ഏത് ഫോമുല? a-b ഹോൾ സ്ക്വയർ എന്ന ഫോമുല. ഇപ്പൊ ഇത് 2 ആയി. ഇനി ഇത് ഓൾ റൈസ് ടു എന്തുണ്ട്? 20 ഇവിടെ ഉണ്ട്. ശരിയല്ലേ? അപ്പോ ഈ 3 എണ്ണമുള്ള ഇതിനെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കി? 2 എണ്ണമുള്ള a-b ഹോൾ സ്ക്വയർ എന്ന ഫോമുലാണെന്ന് കിട്ടി. അതേ ഓൾ റൈസ് ടു എന്തുണ്ട്? 20 ഉണ്ട്. ഇനി നമുക്ക് നമ്പർ ഓഫ് ടേംസ് കാണാം. എങ്ങനെ കാണാം? ഈ സ്ക്വയറും 20 കൂടി ചെയ്യുമ്പോൾ ഇതെങ്ങനെയാവും? a-b all raised to 40 എന്നാവും. a-b all raised to 40. അപ്പോ a-b all raised to 40 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്തായിരിക്കും? 41 ആയിരിക്കും. എന്തായിരിക്കും? 41. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് 3 നമ്പറുകൾ വരുന്ന സമയത്ത് നമ്പർ ഓഫ് ടേംസ് കണ്ടെത്തുക. ഓക്കെ, യെസ്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, ചോദ്യത്തിൽ പറഞ്ഞത് 1+x all raised to n. 1+x all raised to n എന്ന് പറഞ്ഞാൽ nc0x നമുക്കറിയാലോ. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണല്ലോ വരിക. nc1x², nc2x³ അങ്ങനെ ncn x raised to n വരെ വരും. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് nc0 പ്ലസ് nc1 പ്ലസ് nc2 പ്ലസ് എക്സെട്ര അപ് ടു ncn വാല്യൂ എന്ത് എന്നുള്ളതാണ് കാണേണ്ടത്. ശരിയല്ലേ? യെസ്. അപ്പോ വളരെ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, വളരെ ശ്രദ്ധിച്ചിരുന്നു. എടാ, ഇവിടെ ഇങ്ങനെ തരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്
ഈ എക്സ് ഉണ്ടല്ലോ, ഇവിടുത്തെ എക്സ്, ഈ എക്സിന് പകരം നമ്മൾ 1 എന്ന് കൊടുത്തെന്ന് കരുതിക്കോ. തൽക്കാലം 1 എന്ന് കൊടുത്തെന്ന് കരുതിക്കോ. അപ്പൊ എന്താ ശരിക്കും കിട്ടുക ഒന്ന് നോക്കിയേ. 1 പ്ലസ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 1 പ്ലസ് 1 all raised to n കിട്ടും. 1 പ്ലസ് 1 all raised to n. That is equal to nc0 x ന് പകരം 1 പ്ലസ് nc1 1 സ്ക്വയർ പ്ലസ് nc2 1 ക്യൂബ് പ്ലസ് എക്സെട്ര ncn 1 raised to n എന്ന് കിട്ടും. ശരിയല്ലേ? വാട്ട് ഈസ് 1 പ്ലസ് 1 all raised to n? That is 2 raised to n. 2 raised to n. That is equal to nc0 plus nc1 പ്ലസ് 1 സ്ക്വയർ എന്നുള്ളതിനെ 1 തന്നെയാണല്ലോ, അപ്പൊ nc1 എഴുതിയാൽ മതിയല്ലോ, പ്ലസ് nc2 പ്ലസ് എക്സെട്ര ncn. അപ്പൊ കിട്ടിയില്ലേ? നോക്ക്, ഇത് തന്നെയല്ലേ നമുക്ക് ക്വസ്റ്റ്യനിൽ വേണ്ടത്. nc0 പ്ലസ് nc1 പ്ലസ് nc2 അപ് ടു ncn. അതിന്റെ വാല്യൂ എന്താന്നാ വേണ്ടത് കാണണം. അതാണ് ഇവിടെ കിട്ടിയത് 2 raised to n. സോ ദ ആൻസർ ഈസ് 2 raised to n ആയിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ എക്സ് എന്നുള്ളതിന് പകരം 1 കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ, സെയിം ചോദ്യം തന്നെയാണത്. സം ഓഫ് ഓൾ കോഎഫിഷ്യന്റ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു n. അതായത് ഇപ്പൊ ഇത് ഇതേ ചോദ്യം തന്നെ വേറൊരു രൂപത്തിൽ തന്നതാണിത്. ഇതിന്റെ ഈ ആൻസർ എന്ത് തന്നെയാണ്? 2 raised to n തന്നെയാണ്. എങ്ങനെയെന്നുള്ളത് നോക്കിക്കോ. സം ഓഫ് ഓൾ കോഎഫിഷ്യന്റ് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? nc0 1 raised to n x raised to 0 plus nc1 1 raised to 1 x 1 raised to n minus 1 x raised to 1. ശരിയല്ലേ? പ്ലസ് nc2 1 raised to n minus 2 x സ്ക്വയർ പ്ലസ് അങ്ങനെ പോയിട്ട് ncn 1 raised to 0 x raised to n വരും. ശരിയല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കോഎഫിഷ്യന്റുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ, nc0 nc1 nc2 അങ്ങനെ എവിടെ വരെ ncn വരെ അല്ലേ. അപ്പൊ എങ്ങനെ വരും? nc0 പ്ലസ് nc1 പ്ലസ് nc2 പ്ലസ് എക്സെട്ര ncn. ഇതിന്റെ വാല്യൂ കാണാനല്ലേ? സെയിം ചോദ്യം തന്നെയല്ലേ നേരത്തെ ഉള്ളത്. നോക്ക് എന്താ ആൻസർ അപ്പൊ വരിക? 2 raised to n ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയ ചാപ്റ്റർ, 20 മിനിറ്റ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും വന്നു. 4 മാർക്കിന്റെ ചോദ്യം ചോദിക്കും. അപ്പോൾ ചെയ്ത് പഠിക്കാം. ഓക്കെ.